നിങ്ങൾ ഇത്തവണത്തെ RRB JEE എക്സാം അതേപോലെ തന്നെ RRB ടെക്നീഷ്യൻ എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാതെ പോകരുത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB JEE ടെക്നീഷ്യൻ എക്സാമുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു പുതിയ അപ്ഡേറ്റ് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാനാണ്. ലെറ്റ്സ് വെൽക്കം ടു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. അതായത് നിങ്ങൾ RRB എക്സാമുമായി ബന്ധപ്പെട്ട എന്ത് അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. സോ അത്തരത്തിൽ വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേറ്റ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഒരു വലിയ അപ്ഡേറ്റ് ഒന്നും ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനൊന്നുമില്ല. തീർച്ചയായിട്ടും ഈ അപ്ഡേറ്റ് വന്ന ഇത്തരം അപ്ഡേറ്റുകളൊക്കെ വരുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികൾക്ക് പെട്ടെന്ന് പാനിക് ആവുകയാണ്, അല്ലെങ്കിൽ അവർ ടെൻഷൻ ആവുകയാണ്. എക്സാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ മാത്രമാണ് നിങ്ങൾ കൂടുതൽ ടെൻഷൻ ആണ്. ഇത്തരം അപ്ഡേറ്റ്സുകൾ തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമാണ്. സോ എന്താണ് ഈ പുതിയ അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് ഫോർ കാൻഡിഡേറ്റ് അപ്പിയറിംഗ് in RRB exams regarding unlocking of Aadhaar biometrics എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു നോട്ടീസ് വന്ന ഉടനെ തന്നെ എല്ലാവരും എന്തായി ടെൻസ്ഡ് ആയി. അതായത് ഇതെന്തോ ഒരു വലിയ സംഭവമാണ്, അല്ലെങ്കിൽ ഇത് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഔട്ടായി പോകും എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സുകളൊക്കെ വരുന്ന സമയത്ത് ഒരിക്കലും ഇതിൻ്റെ പേരിലൊന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നില്ല, എക്സാം സെൻറ്ററിൽ നിന്ന് റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം എഴുതാനുള്ള അവസരം നഷ്ടപ്പെടാനോ പോകുന്നില്ല. പക്ഷെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം സെൻറ്ററിൽ നിങ്ങളുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഡിലേ ആവാനുള്ള സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ എക്സാം കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് പെട്ടെന്ന് പോകാൻ കഴിയില്ല, ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് എക്സാം കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് തന്നെ നമുക്ക് എക്സാം സെൻറ്ററിൽ പുറത്തു വരാൻ സാധിക്കും. എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് കാര്യം നോക്കാം. Candidate including those who have verified their Aadhaar during the application of submission stage are requested in their own interest to ensure that their Aadhaar remains unlocked condition in UIDAI system before coming to exam. അതായത് നിങ്ങളുടെ ആധാർ കാർഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, അൺലോക്ക്ഡ് കണ്ടീഷൻ ആയിരിക്കണം. ടു അവോയ്ഡ് ഇൻകൺവീനിയൻസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇതിന്റെ പേരിൽ നിങ്ങൾ ഒഴിവാക്കുന്ന എവിടെയും പറഞ്ഞിട്ടില്ല. ആൻഡ് ഫെസിലിറ്റേറ്റ് രജിസ്ട്രേഷൻ ആൻഡ് എക്സാം റിലേറ്റഡ് പ്രോസസ് ഓൺ ദ എക്സാം ഡേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ആധാർ കാർഡിലെ ബയോമെട്രിക്സ് അല്ലെങ്കിൽ ഡിജിറ്റലി നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പലപ്പോഴും ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ അൺലോക്ക് ചെയ്യുന്ന കാരണം കൊണ്ട് ഉണ്ടാവുന്ന ഇഷ്യൂസുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പലപ്പോഴും ആധാർ ലോക്ക് ചെയ്യാവുന്ന ഓപ്ഷൻസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എസ്പെഷ്യലി നെറ്റ് ബാങ്കിങ് ഒക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഇത് ലോക്ക് ചെയ്ത് വെക്കുന്ന ഒരു സിസ്റ്റം ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എനിവേ അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ആധാർ അൺലോക്ക് ചെയ്ത് വെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അൺലോക്ക് ചെയ്ത് വെക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആധാറിൻ്റെ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അങ്ങനെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം അതിൽ നിങ്ങളുടെ നമ്പേഴ്സ് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്തരം പ്രോസസ്സ് അല്ലെങ്കിൽ ഇതുപോലുള്ള അപ്ലിക്കേഷൻ പ്രോസസ്സ് ഒന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തൊട്ടടുത്തുള്ള അക്ഷയ സെൻറ്ററിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്തെന്നായിരിക്കും ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ അൺലോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ സ്മൂത്തായിട്ട് അവിടെ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇത് ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു. എക്സാം സെൻറ്ററിലെ പ്രോസസ്സ് എന്ന് പറയുന്നത് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ച് ഡിലേ വരാൻ സാധ്യതയുണ്ട്, നിങ്ങൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ ആ പ്രോസസ്സ് അവിടെ നിന്ന് ചെയ്യേണ്ടതായിട്ട് വരും. സോ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാനാണ് അവരിങ്ങനെ ഒരു നോട്ടീസ് വന്നിരിക്കുന്നത്. സോ ഇത്തരം നോട്ടീസ് ഒന്നും വരുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ പാനിക് ആവേണ്ട കാര്യമില്ല, ടെൻസ്ഡ് ആവേണ്ട കാര്യമില്ല. സോ ഇതൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ ഇതുപോലുള്ള ചെറിയ ചെറിയ അപ്ഡേറ്റ്സുകൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ റെസ്പോൺസിബിലിറ്റി. സോ ഇത്തരം വീഡിയോസുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകൾക്ക് വേണ്ടിയിട്ടും എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വരുന്ന എക്സാംസുകൾക്ക് വേണ്ടി നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക എന്നറിയാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു വിഷ് യു ഓൾ ദി ബെസ്റ്റ് കൂടി നേരെയാണ്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.